ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതായത് രേണുസുധീരെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആധികാരികമായിട്ട് ഇന്ന ചെങ്ങായിട്ട് കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെങ്ങായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വേറൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി ചെയ്തിട്ടുണ്ട്. രേണുസുധിയുടെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ട് നോക്കട്ടോ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഇതെന്താ മാലാകന? അതെ ഗൈസ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റീൽസ് രേണുസുധിയുടെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി, പിന്നെ ദേഷ്യം കൊണ്ട് നിൽക്കണ ഒരു ഇതും, അതാണ് ടൈറ്റിൽ ഇട്ടാ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രേണുസുധിയെ കുറിച്ചാണ്. റീൽസ് ജോൺസോ എന്തോ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനെ സംബന്ധിച്ച് രേണുസുധിയിലെ ഗുണ്ടകളായ കുറച്ച് ആൾക്കാർ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രേണുസുധിക്ക് ഗുണ്ടകളൊക്കെ ഉണ്ട് ഗൈസ്. രേണുസുധിയുടെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിയത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളുടെ ജനങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ്. അതായത് അണ്ണന് ഭയങ്കര ധൈര്യമാണ്. എന്തായാലും ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് വെളിപ്പെടുത്താതാണ് അണ്ണൻ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഞാൻ എല്ലാവഴി ഭാഗത്തുള്ളവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. രേണുസുധിക്കും അറിയാം. അപ്പോൾ തന്നെ ഞാൻ പറയേണ്ട കാര്യം, രേണുസുധിക്ക് അറിയാമെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയണത്? ശരി, രേണുസുധിക്ക് അറിയാം. പറ ബാലാക. ഇല്ല, അവിടെയൊക്കെ ഉള്ളവർക്ക് ഒന്നാമത്തെ കാര്യം അവരുടെ വീട്ടുകാർക്ക് ഈ പറയുന്ന കിച്ചുവിനൊക്കെ അറിയാമെന്ന് തോന്നുന്നത്. ഇവിടെ നമ്മളതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് രേണുസുധിയുമായി ബന്ധപ്പെട്ടവരോ ആണെന്ന് തോന്നുന്നു. രേണുസുധിയല്ല, ഞാനല്ലോ ചിലപ്പോൾ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ രേണുസുധിയുമായിട്ട് ഇച്ചിരി ബന്ധമുള്ള ആൾ തന്നെയാണ്. ചെങ്ങായി ആദ്യം ചെയ്യേണ്ട, എന്നെ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരറിയോ? ഫോൺ കോളാണ്, എന്നാൽ നമ്പർ ഇവിടെ ഇത് പബ്ലിഷ് ചെയ്യേ. പേരെന്താ? നമുക്ക് ട്രൂ കോളറിലൊക്കെ നോക്കാമല്ലോ, കിട്ടിയിട്ടുണ്ടെങ്കിലോ ആളുടെ ഐഡൻറ്റിറ്റി. ചുമ്മാ ഒന്ന് പറയാം ഭീഷണിപ്പെടുത്തിയെന്ന്. ചിലപ്പോൾ അണ്ണ അവസാനം പറയണ്ടാവും, ഇട്ടൊക്കെ അറിയില്ല. ഞാൻ എപ്പോഴാണ് വീഡിയോ കണ്ടപ്പോൾ റിയാക്ട് വിചാരിച്ച്. ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത്, ഒന്നും പറയരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ അതേ സംബന്ധിച്ച് എനിക്ക് പേടിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും, ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പറ്റുമെങ്കിൽ ഇതിൻ്റെ തെളിവ് സഹിതം വരുന്ന ആളുകളിൽ ഞാൻ ഇടും. കൂടുതൽ ഇനിയും ഭീഷണിയുടെ സ്വരവുമായിട്ട് വരുന്നവർ ആരാണേലും 100% ഉറപ്പാണ് തെളിവ് സഹിതം ഇനിയും ചാനലുകളിലും മറ്റും ഇടുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ആരാണേലും പരിപാടി അവിടെ നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ. പൊന്നണ്ണ, അണ്ണത്ര പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? അണ്ണൻ ആദ്യം എന്തെങ്കിലും തെളിവുകൊണ്ട് വരും. അണ്ണ തിരിച്ച് വീഴ്ചപ്പെടുത്തുകയാണ് ഈ പരിപാടി നിർത്തിക്കോ. അത് ആരാ വീഴ്ചപ്പെടുത്തി അണ്ണാരെ തന്നെ നമുക്ക് അറിയില്ല. ഇവന്മാരൊക്കെ കുക്കഡപ്പ് സ്റ്റോറീസ് കുറേ കൊണ്ടുവരേണ്ടി വരണം. ഇയാൾ മാത്രമല്ല, വേറെ കുറച്ച് ജന്തുക്കളുണ്ട്. അമ്മോ, എന്താ പറയുക, സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ. സീക്രട്ട് ഏജൻ്റ് അല്ല കേട്ടോ, അതല്ല പറയുന്നത്. പാവം, അയാൾ പാവം. അതായത് ഇപ്പോൾ ഒരാൾ രംഗത്ത് കൊണ്ട് അയാളുമായിട്ടുള്ള സംസാരം, ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ പറയും. ഇന്ന് ആൾക്കൊരു പേരും ഇല്ല, അഡ്രസ്സും ഇല്ല, ഒരു കോപ്പും ഇല്ല. വന്ന് ഇവരെന്നെ വേറെ ഒരാളെ അല്ലെങ്കിൽ ഒരുത്തിയെ പറഞ്ഞ് റെഡിയാക്കിയിട്ട് അവർ സംസാരിക്കണത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബ് വീഡിയോയിൽ കുത്തിക്കയറേണ്ടത് ആളോ എനിക്ക് ഡൗട്ടുണ്ട്. ഈ നാറികൾ ചിലപ്പോൾ അത് ചെയ്യാൻ മടിക്കൂല. സത്യമായുള്ള കാര്യം സത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ രേണുസുധി ഇതുവരെ യൂട്യൂബർമാരും മറ്റു പലരും ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഇതുവരെ ഒരു മറുപടി എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. പറയുന്നവരെന്താണോ എന്ന് പറഞ്ഞോട്ടെ. ഞാൻ അഭിനയം തുടരും സിനിമയിൽ ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഇയാളെന്താ ഈ അഭിനയം തുടരുന്നുണ്ട്? എടോ, അവരൊരു വ്യക്തിയാണ്. ഈ നാറി ചെങ്ങായി, അവരൊരു വ്യക്തിയാണ്. അവർക്ക് ഇപ്പോൾ ഇയാളും അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കണ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ വിചാരിക്കാണ് മറ്റേ ആൾക്ക് ഇതിന് മറുപടി തരണം, മര്യാദക്ക് നിങ്ങൾ പറഞ്ഞോ, ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവരെങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. പറയണോ വേണ്ടേന്ന് അവരെ തീരുമാനിക്കണത്. അത് അവരുടെ ഇഷ്ടമല്ലേ, അത് അവരുടെ ചോയ്സ് അല്ലേ. വേണോ വേണ്ടേന്ന്, പറയണോ വേണ്ടേന്ന്. നിങ്ങൾക്ക് എന്തിന് പിടിവാശി? ചാടി പിടിക്കണം എന്തിനാണ്? അവർ മറുപടി തരണമെന്ന്. അത് ശരി. പക്ഷേ ഇത് അഭിനയം എവിടെ വരെ പോകുന്ന നമുക്ക് നോക്കാം. ഇത് കുറച്ച് ഷോർട്സ് ആൽബം
ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതു ആൾക്കാർക്ക് പുള്ളിക്കാരുടെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പം പൊതുജന താല്പര്യാർത്ഥം മാലാഖണ്ണൻ എന്ത് കഷ്ടം. ഇവിടെ നിർത്തിക്കോളും, അതവിടെ നിൽക്കട്ടെ. ഈ ഇത്രയും കാര്യങ്ങൾ യൂട്യൂബേഴ്സും മറ്റു പലരും ഒക്കെ പറഞ്ഞും അല്ലെങ്കിൽ ആങ്കർമാർ വരെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂവിൽ ഒരു ആങ്കർ വളരെ വ്യക്തമായ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതേപ്പറ്റിയൊന്നും ഇതുവരെ ഒരു കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞതായിട്ട് ഒരു ഇന്റർവ്യൂവിലും കണ്ടില്ല. വ്യക്തത തരണം നിർബന്ധമല്ലേ? അത് ശരി, നിങ്ങളുടെ അടിമയാണോ രേണുസുതി പറയണത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ പെരുമാറാൻ, നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോഴേക്ക്, നാട്ടുകാരൊരു കാര്യം ചോദിക്കുമ്പോഴേക്ക് അവർ തേങ്ങ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങളാണ്ട് വിചാരിക്കുമ്പോഴേക്ക് അവർ അതേപോലെയൊക്കെ മറുപടി തരണം എന്നൊക്കെ എന്താ ഉദ്ദേശിക്കണത്? വീഡിയോ പോയാൽ അണ്ണാൻ്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു തരും. അപ്പം കള്ളി വിളിച്ചതാവും എല്ലാ കാര്യം. എവിടെ വെച്ചാൽ കണ്ടത്, എന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് എന്താ ശുഷ്കാന്തി കണ്ട ഒരു കാര്യം അറിയാനുള്ള ശുഷ്കാന്തി കാര്യങ്ങളൊക്കെ ഏകദേശം ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ രേണുസുതി ഒരിക്കലും ഈ കണ്ട ഇവിടെ വെച്ചാൽ എന്താണെന്നുള്ള കാര്യം ഒരിക്കലും പറയത്തില്ല. അത് ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ എല്ലാ ഇമേജും തകരുന്ന ഒരു രീതിയാണ്. ഇവരുടെ ഈ പ്രണയം എവിടെ വെച്ച് തുടങ്ങി, എങ്ങനെ തുടങ്ങി, എന്താണെന്ന് പറയാൻ അവർക്ക് ഒരിക്കലും താല്പര്യം കാണത്തില്ല. അണ്ണ നിങ്ങൾ ആദ്യം പറഞ്ഞത് അയാളെ കല്യാണം കഴിച്ചു എന്നാണ്. എന്താ നിങ്ങളുടെ ഒരു പിന്നെ കല്യാണം കഴിച്ചു എന്നാണ്. കല്യാണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് പ്രണയം ഇവിടുന്ന് തുടങ്ങി. നിങ്ങൾക്ക് അതായത് ശരിക്കും കല്യാണം കഴിച്ചോ? അതവർ പ്രണയം മാത്രമായിരുന്നോ? ഇത് രണ്ടെണ്ണം നുണയാണോ സത്യമാണ്? നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണത്? കല്യാണം കഴിച്ചിട്ടുണ്ടോ? ബിനു അണ്ണനെ രേണുസുതി കല്യാണം കഴിച്ചിട്ടുണ്ടോ? അതവർ പ്രണയം മാത്രമായിരുന്നോ? ഇത് രണ്ടും തെറ്റാണ് ഇല്ലേ? പറയുന്നത് കേട്ടു കിച്ചുവാണ് താലി വാങ്ങിച്ചു കൊടുത്തത്. ശരിയായിരിക്കും. ആ പയ്യനെ, ആ മോനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അതൊരു പാവം ചെറുക്കൻ. അവന് സത്യത്തിൽ അവൻ്റെ ഏജിൽ ഇപ്പോഴാണ് അവന് വല്ലതും പ്രതികരിക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷെ ആ സമയത്ത് അവന് അപ്പൻ പറയുന്നതും ഒക്കെ കേട്ട് അപ്പൻ്റെ ചെലവിലും ഒക്കെ ജീവിച്ചു പോകുന്നൊരു പാവം പയ്യനായിരുന്നു. അവൻ എന്തുകൊണ്ടാണ്, നമുക്കിപ്പോഴും ചിന്തിക്കാം, അവൻ എന്തുകൊണ്ടാണ് ഈ സുതിലേവ് എന്ന വീട്ടിൽ നിന്നും കൊല്ലത്തേക്ക് തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോയതെന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത അതും ഇതൊക്കെ പറയുന്നത്? കാരണം എന്തിനാ പോയത്? കോട്ടയത്ത് നിന്ന് എന്തിനാണ് കൊല്ലം സുതിര വീട്ടിലേക്ക് പോയത്? പൊന്നണ്ണ അത് ക്ലിയർ ആയിട്ട് പറയും. നിങ്ങളിങ്ങനെ കാണ്ടായിട്ട് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കല്ലേ. നിങ്ങൾ പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട് രേണുസുതി കാര്യങ്ങളൊന്നും പറയില്ല. അത് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞോടെ, കാരണം കൂടി പറയും. എന്തുകൊണ്ടാണ് രേണുസുതി ഇതുവരെ ഈ ഷോർട്ട് ഫിലിംസിലും മറ്റെല്ലാം അഭിനയിച്ചു കള്ളത്തരം പറഞ്ഞ് ജനങ്ങളുടെ ഇമേജ് ഉണ്ടാക്കി എന്തിനാ ജീവിക്കുന്നത്? ഈ കൊല്ലസുതി എന്ന് പറയുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും കൊല്ലംകാരനാണ്. കൊല്ലത്താണ് ജനിച്ചു വളർന്നത്. അതായത് കോട്ടയം ജില്ലയിൽ ഞാലിയാവുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധമില്ല നമുക്കറിയാം. കൊല്ലം ഇവരുടെ പേരെണ്ണ പിന്നെ കോട്ടയം സുതി എന്ന് വല്ലതും വെക്കണ്ടേ? ഇല്ല. കൊല്ലംകാരനാണ്. കൊല്ലത്തെ ജനിച്ചു വളർന്ന് കൊല്ലത്തിന്റെ എല്ലാം ഉള്ള അപ്പൻ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, അമ്മ ഹൗസ് വൈഫായിരുന്നു. അങ്ങനെ ഉള്ള കോട്ടയത്താണ് ചേട്ടനും. എല്ലാവരും കൊല്ലം ജില്ലക്കാരാണ്. അവരിങ്ങനെ കോട്ടയം ജില്ലയിലെ ഈ കുഗ്രാമത്തിൽ ഞാലിയാവഴി എന്ന് പറയുന്ന കുഗ്രാമത്തിൽ കിടക്കുന്ന രേണുസുതിയെ എങ്ങനെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചു എന്ന് രേണുസുതി തന്നെ പറയണം. എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? എൻ്റെ ചെങ്ങ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? പിന്നെ എന്താ പറഞ്ഞത്? ഇതൊക്കെ അണ്ണനെ അറിയണം എന്നാണ് പറയണത്. സ്നേഹം. അണ്ണൻ ഒരു RTI ഫയൽ ചെയ്യണ്ണ, റൈറ്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ. അപ്പോൾ അവർ പറഞ്ഞു തരും. അണ്ണ ഏത് ലോകത്ത് ജീവിക്കണ അത് അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുള്ളൂ. എവിടെ വെച്ചാണ് പ്രണയം പൊട്ടിമുളച്ചത് എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ ചുമ്മാ ഇരുന്ന് എൻ്റെ വൈ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അവർ പറയണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? എൻ്റെ സുഹൃത്തിയായിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുതി പുള്ളിക്കാരൻ്റെ ആയിരിക്കും, അത് വേറെ കാര്യം. പിന്നെ ഈ രേണുസുതി പറയുന്ന പരിപാവനമായ സ്നേഹമാണ് ഞാനും കൊല്ലം സുതിച്ചേട്ടനും തമ്മിലെന്ന്. ഇതിനു മുമ്പ് വേറൊരാളെ പരിപാവനമായി സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. എങ്ങനെ? ഒരാളോട് പരിപാവനമായ സ്നേഹമാണ് കൊല്ലം സുതിരേത്ത്. അപ്പോൾ അതിനു മുമ്പ് പരിപാവനമായ സ്നേഹം വേറൊരാളുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ എന്താ
പൊന്നണ്ണ, ലോകത്തിൽ ഒരാളെടോ പരിവാരമായി സ്നേഹിക്കാൻ പാടുള്ളൂ. അണ്ണൻ ഏത് ലോകത്താണ് ജീവിക്കണത്? ഇങ്ങനെയാണ്. എന്നിട്ട് ഇപ്പം എൻ്റെ സുധിച്ചേട്ടൻ വെറും 4-5 വർഷത്തെ പരിചയമുള്ള സുധിച്ചേട്ടനെ ഇത്രയും സ്നേഹിക്കണം. ഇതിന് പുറകെ സ്നേഹിച്ച ആളെ ഒരു ശകലം പോലും സ്നേഹമില്ലാതിരിക്കുമോ? ഇല്ല സ്നേഹം. ഓ അങ്ങനെയാണ്. 5 കൊല്ലം, കേവലം 5 കൊല്ലം. എന്താ ഈ 5 കൊല്ലം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാലയളവല്ലേ? 5 കൊല്ലം മാത്രം, കേവലം 5 കൊല്ലം മാത്രമുള്ള ആളുടെ ഇത്ര പ്രണയം തോന്നുക. ഇതിനു മുമ്പുള്ള ആളുടെ അടുത്ത് പ്രണയമില്ലേ? ഈ മമ്മൂട്ടി ആ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എന്താണ്, എത്ര വർഷം എന്താ കാലമല്ല സ്നേഹത്തിൻ്റെ അളവുകോൽ, എന്താണ്, ബന്ധത്തിൻ്റെ ആഴമാണ്. ഇയാള് മാമൻ, മാലാക മാമൻ ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇത് വെറും ഡ്രാമ മാത്രമാണ്. ഡ്രാമ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ ബ്രാൻഡ് എടുത്ത് ഉപയോഗിച്ച് ഡ്രാമ ചെയ്ത് കുറച്ച് ഇതായി കഴിയുമ്പോൾ ഇതെല്ലാം മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കിച്ചു. ആ പാവം പയ്യൻ സത്യത്തിൽ നിരപരാധിയാണ്. ആ പയ്യൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയത്തില്ല. ആ പയ്യൻ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ രേണുസുധി പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ട്, കിച്ചുവിൻ്റെ അനുമതിയോടെയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ആ പയ്യനോട് ഇതുവരെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ആ പയ്യനൊന്നും അറിയത്തുമില്ല. ആ പയ്യൻ താമസിക്കുന്നത് കൊല്ലത്താണ്, അപ്പൻ്റെ വീട്. ഫോണില്ലേ അണ്ണ? ഫോണിൽ വിളിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ? കൊല്ലം കോട്ടയം തമ്മിൽ ഇത്ര ദൂരം വ്യത്യാസമുണ്ടോ? എന്താണ് പൊന്നണ്ണ, അവർക്ക് കാണാൻ പറ്റൂലേ? കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റൂലേ? അങ്ങനെ ഫോണില്ലേ, വാട്സപ്പ്. ആ പയ്യനെ കുറിച്ചൊന്നും അറിയത്തുമില്ല. ആ പയ്യൻ റീൽസ് കാണത്തുമില്ല. ആ പയ്യൻ്റെ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നു, റീൽസ് കാണുമ്പോൾ അത് സ്ക്രോൾ ചെയ്ത് വിടുന്നു. അത് ശരി. ആ പയ്യനൊക്കെ ഇത് കാണുമ്പോൾ എന്തായാലും രണ്ടാനമ്മയാണെങ്കിൽ തന്നെ ആ പയ്യൻ ഇത് കാണുമ്പോൾ ആ പയ്യനും ഒരുമാതിരി ദേഷ്യം തോന്നും. ഈ നമുക്ക് ഈ പൊന്നണ്ണൻ മാലാകണ്ണൻ കിച്ചുവിൻ്റെ മണ്ടയിൽ കയറിയിട്ടിരിക്കണമെന്ന്, തലയുടെ അകത്ത് ഇരിക്കണമെന്നു. അതുപോലെ മനസ്സിൻ്റെ അകത്ത് അവൻ എങ്ങനെയാണ് ചിന്തിക്കുക, അവൻ എന്താ തോന്നുക, ദേഷ്യം വരൂല്ലേ എന്നൊക്കെ ഇയാൾക്ക് മനസ്സിലാവും. ഒരു കാര്യം പറയാം, ഈ രേണുസുധി, ഈ കൊല്ലം സുധിയുടെ ഫോൺ നമ്പർ വളരെ കേണാണ് ഒരാൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഫാനാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണും, അല്ല ഷോർട്സ് അല്ല, പുള്ളിക്കാരൻ്റെ ഇത് ചാനലിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ വാങ്ങിച്ചത്. പുള്ളിക്കാരൻ ആദ്യം നമ്പർ പോലും കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യം നമ്പറൊന്നും കൊടുത്തില്ല, വേറെ നമ്പറൊക്കെ കൊടുത്ത് ഇതൊരു വട്ടുകേസാന്നൊക്കെ പറഞ്ഞ് വേറെ നമ്പറൊക്കെ കൊടുത്ത് അവസാനം ആ പുള്ളിയുടെ കാല് പിടിച്ച് പുള്ളി വേറൊന്നിനും അല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് വിളിച്ച് സംസാരിക്കാനാന്ന് പറഞ്ഞ് അങ്ങനെങ്ങാണ്ടൊക്കെ ആണെങ്കിൽ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടില്ല അണ്ണ. അതാണ് ദിവ്യ പ്രണയം. അണ്ണൻ അസൂയാണ് അണ്ണ, ശരിക്കും അണ്ണൻ അസൂയാണ്. നമ്പർ കിട്ടി ഇങ്ങനെ. അതിനു മുമ്പ് ഒരുപാട് കഥകളുണ്ട്. അതായത് വേറെ കഥകൾ കാണ്ടായിട്ട് വരുന്നുണ്ട് അണ്ണ. അണ്ണൻ കഥകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അണ്ണ, നമുക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കണം അണ്ണ. പ്രണയം ഉണ്ടായെന്നും എങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് പ്രണയമായി മാറിയെന്നും ഒക്കെ ജനങ്ങളോട് പറയണം. നിങ്ങൾ സോഷ്യൽ മീഡിയ താരമല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ പുറകാലവും മുൻകാലവും ഒക്കെ ജനങ്ങൾ അറിയട്ടെ. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയത്തില്ലെങ്കിൽ നിങ്ങളും മര്യാദയ്ക്ക് സമാധാനത്തോടെ മറ്റുള്ളവർ പല വീഡിയോ ചെയ്യും. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങളെക്കുറിച്ച് പറയത്തില്ല. നിങ്ങൾ മുൻകാലത്ത് ജനങ്ങളെ പറ്റിക്കുന്ന കാര്യം ജനങ്ങൾ വിളിച്ചു പറയും. അതിൽ തെറ്റൊന്നുമില്ല. അതേക്കുറിച്ച് ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അല്ല, ഈ രേണുസുധി എന്ന് പറയുന്ന ആൾക്ക് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിക്കാനോ സീരിയൽ നടനായിക്കാനോ സീരിയലിലോ ഒന്നുമില്ല. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആളുടെ വഴി ആദ്യം എൻ്റെ അറിവ് വെച്ച് ആദ്യം എൻ്റെ സീരിയലിലോ എൻ്റെ കോമഡിയിൽ അഭിനയിക്കാൻ വേണ്ടി അവസരം തരണമെന്നെങ്ങാണ്ട് പറഞ്ഞ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അതിന് അവസരത്തിന് വേണ്ടിയിട്ട് ഒരാളെ സമീപിച്ച് എന്താ പ്രശ്നം? എന്താണ് ഇന്നൊരു പണി അണ്ണന് കൊടുക്കായിരുന്നില്ലേ? അണ്ണനോട് ആരെങ്കിലും ചോദിക്കണ അണ്ണന് അവസരം കൊടുക്കണ്ട. നല്ല കാര്യമല്ലേ? കോമഡി വിളിച്ച് എനിക്ക് അവസരം തരണം അങ്ങനെ വിളിച്ച് അങ്ങനെ എന്തൊക്കെയാണ്. അതൊക്കെ ഒരുപാട് ഡീറ്റെയിൽ കഥകളുണ്ട് ഇതിൻ്റെ പുറകിൽ. അപ്പം ഇങ്ങനെയൊക്കെ അണ്ണന് ഇതിന് മാത്രം ഇൻഫർമേഷനൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന അണ്ണ? അണ്ണനെ സമ്മതിക്കണം കേട്ടോ.
മനുഷ്യനെ പറ്റിച്ച് ഇത് നിന്നെ 5 വർഷം അല്ലെങ്കിൽ 4 വർഷം മുമ്പ് കണ്ട കൊല്ലം സുധിച്ചേട്ടൻ്റെ എല്ലാമാണെന്ന് പറഞ്ഞ് ഈ പ്രഹസന നാടകങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾക്ക് ദഹിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് പുറകിൽ ഭയങ്കര പ്രണയം നടിച്ച ഒരാളുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട്, 5 വർഷത്തിലൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു പ്രണയമായിരുന്നു പുള്ളിക്കാരനെ നല്ല രീതിയിൽ ചതിച്ചിട്ടാണ് ഈ പുള്ളിയുടെ ഫെയിമും ഈ പുള്ളിയുടെ ഇതും കണ്ട് പുള്ളിയുടെ ഇതിലേക്ക് ചാടിയത്. എന്ത് തന്നെയായാലും നല്ല രീതിയിൽ ജീവിക്കുക. അണ്ണനാണ് കോടതി പോകുന്നത് കേട്ടോ. അണ്ണൻ്റേതായ കുറേ നിയമങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ പെരുമാറണമെന്ന് പ്രതീക്ഷിക്കണം. അണ്ണനാണ് പോകുന്നത്. ഒന്നണ്ട ഇങ്ങടെ നിയമങ്ങൾ ഇങ്ങടെ കഞ്ചിൽ വെച്ചാൽ മതി, ബാക്കിയുള്ളവർ അതുപോലെ പെരുമാറണമെന്ന് ചെയ്യണമെന്നൊക്കെ അണ്ണനാണോ ഇതിൽ ന്യായാധിപൻ? ഇങ്ങനെ ചെയ്യണമെന്ന് അണ്ണനാണോ? അണ്ണൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിങ്ങനെ ചെയ്യണമെന്ന് ചാടി പിടിക്കാൻ അണ്ണൻ എന്താ അവകാശമുള്ള അണ്ണ? കഴിച്ചേരി മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരോട് ഈ ദ്രോഹിക്ക്. ആര് ദ്രോഹിച്ച്? അണ്ണനെ ദ്രോഹിച്ചോ? അണ്ണനെ രേണുസുതി ദ്രോഹിച്ചണ്ണ പേര് ഉപയോഗിച്ച് ജീവിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഉപദ്രവിക്കാതെ സമാധാനത്തോടെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം, കൊല്ലം സുധി എന്ന് പറയുന്ന പുള്ളി നിഷ്കളങ്കനാണ്. പുള്ളി ഇങ്ങനെ പുള്ളിക്ക് അബദ്ധം പറ്റിപ്പോണം പല കാര്യങ്ങളും. പുള്ളിക്ക് 2 മക്കളുണ്ട്. അപ്പം മൂത്ത മോൻ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഊരാക്കുരുട്ടിൽ അവനെ എന്നേക്കുമായി അവൻ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഒരു മോനുണ്ട്, ആ പാവം ചെറുക്കനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് അവനും അറിവായി കഴിയുമ്പോൾ അവനെ രക്ഷപ്പെടുത്തുക. അല്ലാതെ ഇങ്ങനെ ഇത് രക്ഷപ്പെടുത്തേ അണ്ണൻ എന്താ ഉദ്ദേശിക്കണത്? രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അണ്ണൻ അവരെങ്ങനെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കണത്? എന്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കണത്? ഈ രേണുസുതി എന്ന് പറയുന്ന ആൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഷോർട്ട് ഫിലിമും ഈ ചെറിയ ആൽബവും അലിൻ ജോസ് പെരേരയുടെ ഡാൻസും ഇതൊന്നും അല്ല. സിനിമയും സീരിയലും ഇതൊന്നും നല്ല മെയിൻ സ്ട്രീം നല്ല സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇതുപോലെ കോമഡി കാണിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. അണ്ണന് വിവരമില്ല. അണ്ണൻ്റെ തലക്കകത്ത് എന്താണ്? അണ്ണൻ്റെ വീഡിയോയിൽ പുറത്തും പുക പോലെ എന്തോ തലക്കകത്തും പുകയാണ് അണ്ണ. ഇങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സിനിമയ്ക്ക് സീരിയൽക്കുള്ള അവസരങ്ങളാണ് അണ്ണനിത് ഇനി മനസ്സിലായിട്ടില്ലേ? ശരി, എന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടിയാന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ജീവിക്കട്ടെ. പക്ഷെ ഒരിക്കലും ആ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇമേജ് തകർത്തുകൊണ്ടാകരുത്. ആ ഇമേജ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തുക. ആ വ്യക്തിയുടെ ഇമേജ് ഒരിക്കലും കളയാൻ നിങ്ങളായിട്ട് സമ്മതിക്കില്ല. നിങ്ങളായിട്ടാണ് ഇതുവരെ ഇടം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുക. നല്ല ഭാവങ്ങൾ നേരുന്നു. അണ്ണൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അണ്ണൻ ഇനിയും കണ്ടായിട്ട് കുറേ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സമയം കിട്ടിയാൽ നമുക്കിത് പ്രതികരിക്കാം. ഒരു രസം. ഓക്കെ, ബൈ.